about the intermediate value property. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറാണ്. നമ്മൾ രണ്ട് വേർഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രോപ്പർട്ടി എന്താണെന്ന് പറയാം. A continuous function is said to have the intermediate value property if it never takes on two values without taking on all the values in between. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കേസിലാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി പറയാം. അപ്പോൾ അതിന് ഇപ്പോൾ ഫംഗ്ഷന് രണ്ട് വാല്യൂസ് അസ്യൂം ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ രണ്ട് വാല്യൂസ് എടുക്കുകയാണ് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എ അതുപോലെ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് എടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള വാല്യൂസ് ഇത് എത്രയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ വാല്യൂസ് ഈ വാല്യൂസ് മൊത്തം അസ്യൂം ചെയ്യാതെ നമുക്ക് ഈ ഫംഗ്ഷൻ വരയ്ക്കാനായിട്ട് പറ്റില്ല. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിൽ ഉള്ള വാല്യൂസൊക്കെ ആ ഫംഗ്ഷനിൽ വന്നിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നോക്കിയാൽ ഇത്രയും വാല്യൂസ് ഈ ഫംഗ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും അസ്യൂം ചെയ്യാതെ നമുക്ക് അത്രയും വാല്യൂസ് എടുക്കാതെ നമുക്ക് ഈ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും അതിൽ വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള വാല്യൂസ് ഒക്കെ ആ ഫംഗ്ഷൻ അസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി പറയുന്നത്. അതിനങ്ങനെ ഒരിക്കലും എഫ് ഓഫ് ബി എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ എഫ് ഓഫ് ബി എഫ് ഓഫ് എ എന്ന് പറഞ്ഞ രണ്ട് പോയിൻറ്റ്സ് എടുക്കാൻ പറ്റില്ല. എങ്ങനെയെന്ന് വെച്ചാൽ അതിനിടയിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് വരാതെ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ്റെ വാല്യൂസ് എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ള എല്ലാ വാല്യൂസും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂസ് ആയിട്ട് വരണം എന്നാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമുക്ക് തിയറം നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. തിയറം എന്താ നോക്കാം, അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ളത്. Intermediate value theorem ആണ്. Suppose f of x is continuous on an interval I and a and b are any 2 points on I. Then if y0 is a number between f of a and f of b, then there exists a number c between a and b such that f of c equal to y0. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ തിയറായിട്ട് പറയുകയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. അത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഐ ആണ്. ആൻഡ് എ ആൻഡ് ബി, എയും ബിയും ആ ഇൻ്റർവെല്ലിലെ രണ്ട് പോയിൻറ്റ്സ് ആണ്. എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ y0 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. എഫ് ഓഫ് എക്കും എഫ് ഓഫ് ബിക്കും ഇടയിലുള്ളൊരു നമ്പറാണ് y0. y0 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്. ആ ഓരോ y0 കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് എ നമ്പർ c. അപ്പോൾ ഈ y0 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു c ഉണ്ടായിരിക്കണം. c എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലായിരിക്കണം. സച്ച് ദാറ്റ് എഫ് ഓഫ് c എന്ന് പറയുന്നത് y0 ആയിരിക്കണം. നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എഫ് ഓഫ് ബി എഫ് ഓഫ് എ എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള ഈ എഫ് ഓഫ് ബിക്കും എഫ് ഓഫ് എക്കും ഇടയിലുള്ള ഏതൊരു വാല്യൂ എടുത്താലും, ഇപ്പോൾ y0 എടുത്തു, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സി ഉണ്ടാവണം എക്കും ബിക്കും ഇടയിൽ. അതുപോലെ ഇവിടെയുള്ള ഏതു ഒരു ഫംഗ്ഷൻ വാല്യൂ എടുത്താലും എക്കും ബിക്കും ഇടയിലായിരിക്കും അതിൻ്റെ വാല്യൂ വരിക അല്ലേ. എക്കും ബിക്കും ഇടയിലുള്ള വാല്യൂസിൻ്റെ ഫംഗ്ഷനാണ് അവിടെ വരിക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു y0 എടുത്തു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് നമ്പർ c സച്ച് ദാറ്റ് എഫ് ഓഫ് c ഈക്വൽ ടു y0 എന്ന് നമുക്ക് പറയും. അതാണ് ഫസ്റ്റ് വേർഷൻ. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷൻ ഇതാണ്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറാണ്, സെക്കൻഡ് വേർഷനാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വേർഷൻ ഇതാണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇഫ് എഫ് ഓഫ് എ ലെസ് ദാൻ സി then f of b also less than c as well. Similarly, if f of a greater than c then f of b greater than c as well. അപ്പോൾ ഇവിടെ പറയുന്നത് എഫ് എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സപ്പോസ്
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ വാല്യൂ അസ്യൂം ചെയ്യുന്നേ ഇല്ല എന്ന് വിചാരിക്കുക. എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലുള്ള ഒരു എക്സിനും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ആവുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പിൽ നോക്കാം, രണ്ട് കണ്ടീഷൻസ് നമുക്ക് പറയാം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സീനേക്കാൾ ചെറുതാണെങ്കിൽ, എഫ് ഓഫ് എ സീനേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് ബിയും സീനേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് സീനേക്കാൾ വലുതാണെങ്കിൽ എഫ് ഓഫ് ബിയും സീനേക്കാൾ വലുതായിരിക്കും. അപ്പം നമുക്ക് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു ഫംഗ്ഷൻ വരയ്ക്കുക. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ എടുക്കുക. ഇത് എഫ് ഓഫ് എ, ഇത് എഫ് ഓഫ് ബി, ഇപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഉണ്ട്. ഒരു സി എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ആവില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ സി ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കാം, സി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെ ആയിരിക്കാം, എഫ് ഓഫ് ബിൻ്റെ മുകളിലായിരിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സി എന്നൊരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും സി ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻ്റർവെല്ലുള്ള എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും, എ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇൻ്റർവെല്ലുള്ള ഏത് വാല്യൂ എടുത്താലും നമുക്ക് ഈ ഇൻ്റർവെല്ലിനുള്ളിലാണ് വരിക അല്ല. എക്കും ബിക്കും ഇടയിലുള്ള ഒരു വാല്യൂസിനും എഫ് ഓഫ് എക്സ് സി ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്, ചിലപ്പോൾ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ആവാം, ഇങ്ങനെ ഇപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള വാല്യൂസിനൊന്നും ഇത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സി എന്ന് പറയുന്നത് എഫ് ഓഫ് എയിനേക്കാൾ ചെറുതാണ് സി എങ്കിൽ, അതുപോലെ എഫ് ഓഫ് എക്സ് ഒരിക്കലും സി ആവുന്നില്ല ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ള. അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പറ്റില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോട്ടെ. എക്കും ബിക്കും ഇടയിലുള്ള ഒരു ഫംഗ്ഷനും സി വാല്യൂ ആയിട്ട് വരില്ല. സി എന്ന് പറയുന്നത് എന്താ, സി വാല്യൂ ആയിട്ട് വരണമെങ്കിൽ ഈ ഇൻ്റർവെല്ലാണ് അല്ലേ. എക്കും ബിക്കും ഇടയിലുള്ള ഒരു വാല്യൂസിനും സി ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് വരുന്നില്ല. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് സീനേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ താഴെ ആയിരിക്കാം സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലായിരിക്കാം സി എന്ന് പറയുന്നത് അല്ലേ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ഇതിനിടയിൽ ഒരിക്കലും വരില്ല, പക്ഷേ ഇതിൻ്റെ മുകളിലേ വരുള്ളൂ എന്ന് ആണ് നമ്മുടെ ഈ തിയറം പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും സി ആവുന്നില്ലെങ്കിൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ള എല്ലാ എക്സിനും ഈ വാല്യൂ വരുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നെങ്കിൽ സി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടിൻ്റെ മുകളിലായിരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, റിമാർക്കായിട്ട് എഴുതിക്കോ, കണ്ടിന്യൂറ്റി ഇതിന് എസെൻഷ്യൽ കണ്ടീഷനാണ്. കണ്ടിന്യൂറ്റി നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്ത്, കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഈ തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് മാത്രമേ നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോട്ട് ദാറ്റ് കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓൺ ഐ ഈസ് എസെൻഷ്യൽ ടു ദ തിയറം. ഫോർ എക്സാമ്പിൾ നമുക്ക് കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷൻ എടുത്ത് നോക്കാം, ഈ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, consider the greatest integer function defined on
ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഗ്രാഫ് ചെയ്ത് നോക്കാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ് വരിക അല്ലേ. അപ്പോൾ ഇത്രയും മാത്രം നോക്കുന്നുള്ളൂ, ഈ 2 പോയിൻ്റ് മാത്രം. എന്ന് വെച്ചാൽ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ പറയാം, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ വരെ ഇത്രയും സ്ഥലത്ത് 0 ആണ് ഫംഗ്ഷൻ വാല്യൂ, 1 ഇഫ് എക്സ് ഈക്വൽ ടു 1. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും. അപ്പോൾ 0 ആണ്, 0 തൊട്ട് 1 വരെയാണ് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ 0 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് അല്ല അല്ലേ. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ വാല്യൂസ് അസ്യൂം ചെയ്യണമെങ്കിൽ ഇതിനിടയിലുള്ള എല്ലാ വാല്യൂസും എന്താവണം, ഫംഗ്ഷൻ അസ്യൂം ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ടോ ഈ ഫംഗ്ഷന്? ഇല്ല, ആകെ 0യും 1ഉം മാത്രമേ ഇതിന് അസ്യൂം ചെയ്യുന്നുള്ളൂ. അതിനിടയിലുള്ള ഒരു വാല്യൂസ് പോലും നമുക്ക് ഈ ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറി നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലേ. The function is not continuous at x equal to 1 and it takes no values between f of 0 equal to 0 and f of 1 equal to 1. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു വാല്യൂ പോലും നമുക്ക് ഈ ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നില്ല. ഇവിടെ 0യും 1ഉം മാത്രം ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ് ഈ തിയറത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താവും, ഫെയിലായി. The next remark ഇതാണ്, if f of a and f of b differ in sign then the equation f of x equal to 0 has at least one solution in the interval open interval ab. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണെങ്കിലാണ്, എഫ് ഓഫ് എ എന്ന് പറയുന്നത് സൈനിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0യും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യും. അങ്ങനെയാണ് രണ്ടും സൈൻ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അതിനിടയിലൊരു എന്തുണ്ടാവണം, ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഒന്നാവണമെന്നില്ല, അതിനിടയിൽ ഒരു എക്സ് ഉണ്ടാവണം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് 0 ആയിട്ടുള്ള ഒരു എക്സ് ഉണ്ടായിരിക്കണം. ഇതുപോലെ നേരെ തിരിച്ചു വന്നാലും ഇപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനിടയിലൊരു എക്സ് ഉണ്ടാവണം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ള. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ള ആ പോയിൻ്റ് എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് 0 ഓഫ് എഫ്, അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയും, ഫംഗ്ഷൻ്റെ റൂട്ടായിട്ട് നമ്മളതിനെ പറയും. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എ ലെസ് ദാൻ ഇത് എ ആണ്, ലെസ് ദാൻ 0യും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ 0 എന്നാണ് അല്ലേ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0യും എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ നോക്കി, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ഇതിനിടയിലൊരു പോയിൻ്റ് ഉണ്ടാവണം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് 0 ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ ഉള്ളൂ അല്ലേ. ഇതിനിടയിൽ ഒരു പോയിൻ്റ് എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട്
എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. 0യ്ക്കും <0>0യ്ക്കും <0>0യ്ക്കും ഇടയിലൊരു 0 ഉണ്ടാവണം. അപ്പം നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ലെസ് വരുന്ന കേസ്, അതിനിടയിലും ഒരു സി ഉണ്ടാവണം അല്ലേ. അതിനിടയിൽ ഒരു എക്സ് ഉണ്ടാവണം സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ളത്. ഒന്നാവണം എന്നില്ല, ചിലപ്പോൾ 2ഓ 3ഓ ഒക്കെ ആവാം. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ 1ഓ 2ഓ സീറോസ് വരാം. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള കണ്ടീഷൻ. നമ്മളിപ്പോൾ പഠിച്ച ആ റിസൾട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ഒന്നുകിൽ ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് അല്ലെങ്കിൽ 0 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ റിസൾട്ട് ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി നമ്മൾ അധികം യൂസ് ചെയ്യുന്നുണ്ട് റൂട്ട് കണ്ടുപിടിക്കുമ്പോഴൊക്കെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഈസ് ദെയർ എ റിയൽ നമ്പർ ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഇറ്റ്സ് 5th പവർ. അപ്പോൾ ഒരു നമ്പറിനേക്കാൾ 1 ലെസ് ദാൻ ആയി അല്ല 5th പവറിൻ്റെക്കാളും 1 ചെറുതായിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവുമോ നോക്കാം. എന്ന് വെച്ചാൽ ഒരു റിയൽ നമ്പർ എടുക്കുക, ആ റിയൽ നമ്പറിൻ്റെ 5th പവർ -1 എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ. അപ്പോൾ ആ നമ്പർ എങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ദ നമ്പർ must satisfy the equation. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണ്, അതിൻ്റെ 5th പവറിനേക്കാൾ 1 കുറവായിട്ട് അത് രണ്ടും ഈക്വൽ ആവുമോ എന്നാണ് പറയുന്നത് അല്ലേ. ഇഫ് ദർ ഈസ് എ റിയൽ നമ്പർ ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഇറ്റ്സ് 5th പവർ. ഒരു നമ്പർ ഉണ്ട്, അത് അതിൻ്റെ 5th പവറിനേക്കാൾ 1 ചെറുതായിട്ടുള്ളതിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷനായിട്ട് എഴുതാം. x⁵5 മൈനസ് എക്സ് മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ വി ആർ ലുക്കിംഗ് ഫോർ എ 0 ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ 5 മൈനസ് എക്സ് മൈനസ് 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 വരുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഇല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ റിമാർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ കുറച്ച് ട്രയലായിട്ട് നമ്മൾ കുറച്ച് ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1 ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1 മൈനസ് 1 അപ്പം -1 കിട്ടും. അതുപോലെ എഫ് ഓഫ് 2 ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ലെസ് ദാൻ 0 ആണ്. അടുത്തുള്ള വാല്യൂ നോക്കുക. എഫ് ഓഫ് 2 നോക്കുമ്പോൾ 2⁵5 32 മൈനസ് 2 മൈനസ് 1 29 വരും. ഇത് ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടി 1 ലെസ് ദാൻ 0യും 1 ഗ്രേറ്റർ ദാൻ 0യും നമുക്ക് കിട്ടി. ചിലപ്പോൾ ഇത്ര പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല, കുറച്ച് വാല്യൂസും കൂടെ എടുത്ത് നോക്കണം. തൊട്ട് മുന്നത്തത് ലെസ് ദാൻ 0, അടുത്തത് ഗ്രേറ്റർ ദാൻ 0 കിട്ടുന്നെങ്കിൽ അതിനിടയിൽ ഒരു എക്സ് ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ദസ് എഫ് ഓഫ് 1 ലെസ് ദാൻ 0 ആൻഡ് എഫ് ഓഫ് 2 ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. ദസ് എഫ് ഓഫ് എക്സ് ബീങ് എ പോളിനോമിയൽ ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആണ് അല്ലേ. ബീങ് എ പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ് എവ്രിവെയർ ആൻഡ് ഹെൻസ് ഇൻ എവ്രി ഇൻ്റർവെൽ കണ്ടെയ്നിങ് 1 and 2. ഏത് 1 2 കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഏത് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും ഇത് നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം അല്ലേ. ഹെൻസ് ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് y0 equal to 0 there is a number c between 1 and 2 such that f of c equal to c⁵5 minus c minus 1 which is equal to 0 അല്ലേ. അപ്പോൾ ഒരു 1നും 2നും ഇടയിൽ ഒരു c എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ 0 ആണ് വരിക. അപ്പോൾ ഒരു പോയിന്റ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് കിട്ടും അല്ലേ. ഹെൻസ് ദർ ഈസ് എ നമ്പർ between 1 and 2 such that c equal to c⁵5 minus 1. അപ്പം
സി ഈക്വൽ ടു 0:5 - 1 ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട് 1-നും 2-നും ഇടയിൽ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഇങ്ങനെ <0 0 കിട്ടിയതുകൊണ്ടാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ബാക്കി ഇതിൻ്റെ പ്രോബ്ലംസും പിന്നെ ഒരു പുതിയൊരു മെത്തേഡ് ഉണ്ട്, ബൈസെക്ഷൻ മെത്തേഡ്, റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.